2 ദിവസമായിട്ട് അനുമോൾ അനീഷ് ബന്ധത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ അനീഷ് അനുമോളെ കുറിച്ച് ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അനീഷ് അനുമോളോടുള്ള പ്രണയം അതൊരു ഡ്രാമയായിരുന്നോ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വേണോ വേണ്ടോ എന്നുണ്ടെങ്കിലും ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. പക്ഷെ ഇന്ന് അനുമോള് അനീഷിനെ കുറിച്ച് ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അത് താണ്ട ഇപ്പോൾ ലക്ഷ്മി അടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സീരിയൽ ഗ്രാമം നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സംഭവം വെച്ചാല് രാവിലെ തൊട്ടേ അനുമോൾക്ക് കമ്പനിയായിട്ട് ലക്ഷ്മി മാത്രമേ ഉള്ളൂ. അപ്പം അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് ലക്ഷ്മിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് സാബുമാൻ ആയിരുന്നു. സാബുമാനെ കുറിച്ച് അനുമോൾ കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് പറഞ്ഞതിന് ശേഷം ഈ അനീഷിന്റെ കാര്യം അവിടെ ലക്ഷ്മി എടുത്തിടുമ്പോഴത്തേക്കും അവിടെ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും അറിയില്ല അനീഷേട്ടന്റെ സ്വഭാവം എന്താണെന്ന്. എനിക്കിപ്പം ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോഴും അറിയത്തില്ല അനീഷേട്ടൻ എന്താണെന്നുള്ളത്. പിന്നെ ആ ഒരു ഇതിന് ശേഷം ലാലേട്ടൻ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ ആ ചാപ്റ്റർ ഞാനും ഒന്നും മിണ്ടുന്നില്ല. കാരണം എനിക്ക് കുറച്ച് ദിവസങ്ങളല്ലേ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് തീരുമാനിച്ച് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ അനീഷേട്ടൻ തന്നെ തിരിച്ച് എനിക്കത് ഇങ്ങോട്ട് തന്നെ വന്ന് സംസാരിച്ചു. നല്ല കാര്യം. അതായത് അനീഷേട്ടൻ പറഞ്ഞിരുന്നു എന്നോട്, സോറിയൊക്കെ പറഞ്ഞു, ഈ ഒരു കാര്യത്തിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, ഒരു കുഴപ്പവും ഇല്ല, പ്രശ്നമൊന്നും ഇല്ല, ആൾ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അവിടെ വെച്ച് കൈ കൊടുത്ത് കോംപ്രമൈസ് ചെയ്യുന്ന അപ്പൊ ആ സീനൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ച് അനുമോള് ലക്ഷ്മി എടുത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഈ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാൻ പിന്നെ കൂടുതൽ സമയം അനുമോൾക്ക് കിട്ടിയിട്ടില്ല. കാരണം അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും തിരിച്ച് റീ എൻട്രി ചെയ്തപ്പോഴത്തേക്കും വിഷയങ്ങളെല്ലാം മാറി. പക്ഷേ ഇപ്പം അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഇപ്പൊ തറയിൽ വീണ് ഒന്ന് ഉരുട്ട് വീണ് പോയ എന്നാ പോലും, അല്ലെങ്കിൽ അവിടെ കിടന്ന് അലറി വിളിച്ചാൽ പോലും മൈൻഡ് ചെയ്യാത്ത കണക്കാണ് ഈ അനീഷ് നടക്കുന്നത്. അനുമോൾക്ക് അവിടെ അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട് എന്ന് ഒട്ടും അറിയാത്ത, അത്രയ്ക്ക് മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് അത് അനീഷാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. അത് വലപ്പോകില്ല എന്ന് മനസ്സിലായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് എല്ലാ സ്ട്രാറ്റജീസും അഭിനയിച്ച് അല്ലെങ്കിൽ എല്ലാ സ്ട്രാറ്റജീസും ഇട്ട് നോക്കിയിട്ട് അവസാനം വേറൊരു സ്ട്രാറ്റജിയിൽ ലവ് ട്രാക്കിലും കൂടെ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചതായിരിക്കാം എന്നൊക്കെ ഒരുപാട് കമന്റ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്. അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും റീ എൻട്രി ചെയ്ത സമയത്ത് അനുമോളെ കുറിച്ചുള്ള നെഗറ്റീവ്സുകൾ മാത്രം എല്ലാവരും പറയുന്നു.